വിശുദ്ധ റമദാൻ പാപമോചനത്തിന്റെ 10ലേക്ക് കടന്നു. ചെയ്തുപോയ തെറ്റുകളെല്ലാം കഴുകിക്കളഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. ആദ്യത്തെ 10 കാരുണ്യത്തിന്റെയും രണ്ടാമത്തെ 10 പാപമോചനത്തിന്റെയും അവസാന 10 നരകമോചനത്തിന്റെയുമാണെന്നാണ് വിശ്വാസം. ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെല്ലാം ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഹൃദയം ശുദ്ധീകരിക്കാനുള്ള അവസരമായാണ് വിശ്വാസികൾ രണ്ടാമത്തെ 10 ദിവസങ്ങളിലെ വ്രതാനുഷ്ഠാനത്തെ കാണുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളിലൊന്നായ ബദർ യുദ്ധം നടന്നതും റമദാൻ 17-നാണ്. അതുകൊണ്ടുതന്നെ ബദർ യുദ്ധത്തിന്റെ ഓർമ്മകൾ ഓരോ റമദാൻ 17-നും വിശ്വാസികൾ അയവിറക്കുന്നുണ്ട്. പാപം ചെയ്യാത്ത മനുഷ്യന്മാരില്ല. അതുകൊണ്ട് ആ പാപമോചനത്തിന് വേണ്ടിയുള്ള 10 അള്ളാഹു തആല നമുക്ക് നൽകുമ്പോൾ അതിൽ അള്ളാഹുവിനോട് മനമൊരുകി പാപമോചനത്തിന് വേണ്ടി തേടാൻ നമുക്ക് സാധ്യമാവണം. റമദാൻ 17-ന് വിവിധ മഹല്ലുകളുടെ കീഴിൽ പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നോമ്പുതുറകളും നടക്കും. ഖുർആൻ പാരായണം ചെയ്തും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും പാപമോചനത്തിന്റെ 10 ദിവസങ്ങൾ വിശ്വാസികൾ പ്രാർത്ഥനകളിൽ മുഴുകും. രണ്ടാമത്തെ 10-ൽ ഇഫ്താർ സംഗമങ്ങൾ വിവിധ സംഘടനകളുടെ കീഴിൽ സജീവമാകും. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.